അപ്പൊ ബാലചന്ദ്ര മേനോൻ ഈ കഥയിൽ ഏത് സ്വഭാവമുള്ള ആളാണ്? ഇതൊരു നടക്കി പോണ ലക്ഷണില്ല. ഞാൻ ഇവന്റെ രണ്ടെണ്ണം വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. ആ പുറമേ കാണുന്ന മുഖമല്ല നമ്മൾ പുള്ളിനെ പേഴ്സണൽ ആയിട്ട് കാണുമ്പോ. ഓഹോ, അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലേ? അത് എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം അദ്ദേഹം ഒരു ബഹുമാനമായി അദ്ദേഹം അർഹിക്കുന്നില്ല. കാരണം അത്രത്തോളം ഹൊറിബിൾ ആയിരുന്നു ഞാൻ കണ്ട കാഴ്ച. ഞാൻ ആദ്യത്തെ ദിവസം തന്നെ എന്നെ വിളിച്ചു. ഒരു 12 മണിയായപ്പോ എന്റെ അമ്മ വന്നിട്ടുണ്ട്. എന്നിട്ട് റൂമിൽ കിടന്നപ്പോ മിനു ഉറങ്ങിയോ? ഞാൻ പറഞ്ഞില്ല. അങ്ങോട്ടൊന്നും ഒരു റൂമിന്റെ ഒരു കാര്യം പറയാണ്ട്. അപ്പൊ ഒരു കുട്ടിയുടെ ഒച്ചകൾ കേട്ടുകൊണ്ട് ഞാൻ ആ റൂമിൽ ചെന്നു. എന്താ ഉറക്കം വരുന്നു. അപ്പൊ ഒരു മണിക്ക് വിളിച്ചപ്പോ ഞാൻ എന്തൊക്കെ അവിടെ ചെന്നു കേട്ടോ. ചെന്നപ്പോ കാണുന്ന എന്താന്നറിയോ? 3 പെൺകുട്ടികൾ ഇങ്ങനെ വിവസ്ത്രമായിട്ട് ഇങ്ങനെ ബെഡേ കിടക്കണം. ഇദ്ദേഹം മാറി മാറി ഇങ്ങനെ ഇന്റർപോസ് ചെയ്യാണ്. പിന്നെ കാണുന്ന 2-3 പേര് അവിടെ ഇരിപ്പുണ്ട്, ആണുങ്ങള്. ആരാണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ പെട്ടെന്ന് നിങ്ങൾ അയ്യോ ഇതെന്താ പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം അങ്ങോട്ട് ഇറങ്ങിയില്ലേ വെച്ച് പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും ഡ്രസ്സൊക്കെ മാറണം. ചുമ്മാ പറഞ്ഞായിരിക്കുമല്ലേ? ഞങ്ങൾ രണ്ടുണ്ടെങ്കിൽ പെൺകുട്ടി അയ്യോ അത് മാറണം, എനിക്കിന്ന് നിങ്ങളെ രണ്ടുപേരും കാണണം, നിങ്ങൾ രണ്ടുപേരും വ്യവസ്ഥരായിട്ട് എനിക്കൊന്ന് കാണണം. പുള്ളിക്കാരൻ അങ്ങനെ വ്യവസ്ഥനായി. എന്നിട്ട് പുള്ളിക്കാരൻ അങ്ങ് മാസ്റ്റർബേഷൻ ചെയ്യാൻ തുടങ്ങി. ചുമ്മാ സത്യം തുടങ്ങിയിട്ട് പുള്ളിക്കാരുടെ ഇടത്തോട്ടും കൊണ്ടിരുന്നു. ഞങ്ങളുടെ ഇടത്തോട്ട് വന്നിട്ട് ആ സ്കലിനായിരുന്നു പുള്ളിക്കാരുടെ മേത്തുവാക്കി, എന്റെ മേത്തുവാക്കി. നടിയാവാനായിട്ട് വെറുതെ ആയി ഈ അടി പിടി വെടി ഇതാണല്ലോ സിനിമ.